തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിൽ നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ആലപ്പുഴയുടെ കൊട്ടിക്കലാശം എങ്ങനെയുണ്ട്? മനു, കൊട്ടിക്കലാശത്തിൻ്റെ തുടക്കം രാവിലെ മുതൽ തന്നെ അതിൻ്റെ അലയൊലികൾ നമ്മൾ കേട്ടു തുടങ്ങി. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോവുകയാണ്. 6 മണി വരെയാണ് നമുക്കറിയാം കൊട്ടിക്കലാശം നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആലപ്പുഴയുടെ പ്രിയങ്കരനായിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരും ഇനിയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ആൾക്കാരുടെ ആവേശം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ജനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിൽ തന്നെയാണ് ആരിഫിൻ്റെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമാപനം നടക്കുന്നത്, പരസ്യ പ്രചരണത്തിൻ്റെ സമാപനം നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. പ്രവർത്തകർ ഓരോരുത്തരും ആവേശത്തോടു കൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാവേലിക്കര മണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലാണ് അവരുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൻ്റെ നഗര ഹൃദയത്തിൽ തന്നെയാണ് BJPയുടെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ AM ആരിഫിൻ്റെയും ഒക്കെ തന്നെ പരസ്യ പ്രചരണത്തിൻ്റെ സമാപനം നടക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ വളരെയധികം ആവേശത്തിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിലുള്ള പ്രചരണ രീതികളാണ് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും പ്രചാരണ പരിപാടികൾ എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥികളുടെ ഇന്ന് അവസാന ദിവസമായ ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആരിഫ് മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലായിരുന്നു. ആരിഫ് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല. ആലപ്പുഴ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ അരൂർ മുതൽ ആലപ്പുഴയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിലായിരിക്കും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുക. പ്രവർത്തകരുടെ ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തുന്നത് ആരിഫ് ഇവിടെ എത്തിയ ശേഷമായിരിക്കും. ആരിഫ് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. വളരെ ആവേശത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകർ. അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരുൺകുമാർ, അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെയധികം മുൻപന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ AM ആരിഫ് വീണ്ടും വികസന തുടർച്ചയ്ക്കായി വീണ്ടും അധികാരത്തിലെത്തിക്കും. AM ആരിഫ് വീണ്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി ആലപ്പുഴ MLA മൈക്ക് പിടിച്ചു വാങ്ങിച്ചാണ് മനു. മൈക്ക് തരുന്നില്ല. മൈക്കും കൊണ്ട് ഇപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാര്യം അത്രത്തോളം ആവേശത്തിലാണ്. അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്. എന്തായാലും ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിലുള്ള പ്രചരണമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രചരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ AM ആരിഫ് ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ സമാപനം നടക്കുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയായിട്ടാണ്. അങ്ങോട്ടേക്ക് ഓരോ പ്രദേശങ്ങളിൽ നിന്നും പ്രവർത്തകർ അണിയണിയായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മനു നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും എല്ലായിടത്തും ഇതേ ആവേശം തന്നെയാണ് ഷാജഹാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന മണ്ഡലം. മികച്ച MP എന്ന് പേരുകേട്ട AM ആരിഫ്, മറുവശത്ത് BJP എതിരാൻ മുന്നിൽ നിൽക്കേണ്ട KC വേണുഗോപാൽ, BJPക്ക് ശക്തമായ സ്വാധീനമില്ലാത്ത ആലപ്പുഴയിൽ വന്ന് എന്തിനു മത്സരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുൻപിൽ പലവട്ടം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. ആലപ്പുഴയിലെ ജനങ്ങളൊക്കെ തന്നെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു മത്സരം നടക്കുന്നു. AM ആരിഫ് കഴിഞ്ഞ തവണ വളരെ മികച്ച രീതിയിൽ ഏതാണ്ട് ആലപ്പുഴ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മികച്ച വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തത്.